ഗാസയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് നീതിപരവും ധാർമ്മികവുമാണെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബെസാവെൽ സ്ട്രോമച്ച്. പരാമർശത്തിനെതിരെ ലോകരാജ്യങ്ങളടക്കം രംഗത്തെത്തി. ഇസ്രായേൽ ധനമന്ത്രി ബെസാലെൽ പ്രസംഗത്തിനിടെ നടത്തിയ പരാമർശമാണ് വിവാദമായത്. കടുത്ത ഭാഷയിലാണ് ലോകരാജ്യങ്ങൾ ബെസാലെലിന്റെ പ്രതികരണത്തെ അപലപിച്ചത്. ഗാസയിലെ ജനങ്ങളുടെ പട്ടിണി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള എളുപ്പമാർഗമാണെന്നും സ്മോട്രിച്ച് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതോടെ ലോകരാജ്യങ്ങൾ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. യൂറോപ്യൻ യൂണിയൻ, UK, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബെസാലെലിന്റെ പരാമർശത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഗാസയിലെ പട്ടിണിയെ പരിഹസിച്ച ഇസ്രായേൽ ധനമന്ത്രിയുടെ പരാമർശം അസ്വീകാര്യവും അതിരുകടന്നതുമാണെന്ന് ഫ്രാൻസ് പ്രതികരിച്ചു. യുദ്ധമുനമ്പിലും പൗരന്മാരുടെ മാനുഷികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഭക്ഷണവും വെള്ളവുമെന്ന അടിസ്ഥാന ആവശ്യങ്ങൾ നിരസിക്കുന്നത് എതിർക്കപ്പെടണമെന്നും ജർമ്മനി വ്യക്തമാക്കി. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. 10 മാസത്തിലേറെയായി തുടരുന്ന ഗാസ-ഇസ്രായേൽ സംഘർഷം ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി സൃഷ്ടിച്ച് മുന്നേറുകയാണ്. ഏകദേശം 2.4 ദശലക്ഷം പലസ്തീനുകാരെ ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു. യുദ്ധത്തിൽ 40,000-ഓളം പേർ കൊല്ലപ്പെടുകയും 1,00,000-ലധികം പലസ്തീനുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വംശഹത്യയ്ക്ക് വിചാരണ നേരിടുകയാണ് ഇസ്രായേൽ. ഇതിനിടയിലാണ് ഇസ്രായേൽ ധനമന്ത്രിയുടെ വിവാദ പരാമർശം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.